എന്റെ പള്ളി എന്തൊരു സാധനമാണെന്നറിയോ. ഞാൻ അങ്ങനെ കേറി വന്നവനാടാ എന്ന് വിളിക്കാൻ പോണ്ടല്ലോ. അയ്യോ അത് ഫുള്ള് പറയണോ രതീഷേട്ടാ? പുല്ല് വരണ്ടായിരുന്നു എന്ന് തോന്നും. വേറെ എന്തൊക്കെ ചോദിക്കാം. നാട്ടില് മഴയുണ്ടോ, ഭക്ഷണം കഴിച്ചോ, എന്ത് തേങ്ങയാണ് അവൻ കാണിക്കണേ. കേറി വന്ന എന്തിനാന്ന് തോന്നിപ്പോ നമുക്ക്. ഇത് വല്ലാത്ത എഴുത്തായി. നിവിനെ കൊണ്ട് എങ്ങനെ സമ്മതിപ്പിച്ചേ? ഫസ്റ്റ് ഞാനിത് നെറേറ്റ് ചെയ്തപ്പോൾ നിവിനൊരു ഷോക്കായിരുന്നു. ചെയ്യാത്തൊരു സാധനത്തിലേക്ക് നമുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ അതിന്റെ എക്സൈറ്റ്മെന്റിലാണ് വന്നിരുന്നത്. അത് ഇനി പറയാവോ? ഇല്ല പറയണ്ട. കുറെ പേര് ഇൻഡസ്ട്രിയിൽ ആരും കണ്ടിട്ട് അങ്ങനെ ഒഫൻഡഡ് ആയി ഒന്നും പറഞ്ഞിട്ടില്ല. അവർക്ക് എല്ലാവർക്കും അറിയാം ഇത് ഞങ്ങൾക്കിടയിലുള്ള അമ്പുകളാന്നുള്ളത്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ അമ്പാന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പൂനെ നമ്മൾ ട്രോൾ ചെയ്തിട്ടുണ്ട്. ആ സീൻ അപ്പു തന്നെ ഡപ്പും ചെയ്തിട്ടുണ്ട്. പിന്നെ നിവിൻ അതിൻ്റെ അകത്തുണ്ട്. നിവിൻ നമ്മുടെ സുഹൃത്താണ്. നിവിൻ നമ്മളെ ഭീകരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവന്റെ മകനും ഇവന്റെ മകനും അത് നമുക്കുള്ള അറ്റാക്കാണ്. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ നമുക്ക് പ്രശ്നമില്ലല്ലോ. പ്രേമലൂല് ഹൃദയത്തിനിട്ട് അവർ നല്ല താങ്ങ് താങ്ങി. വിനീതിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സ്വപ്നവും കൂടെ ഉണ്ടായിരുന്നു, ഇവരെ വേറൊരു തരത്തിൽ പ്ലേസ് ചെയ്യാൻ പറ്റുമെന്നുള്ള. ഞാൻ എൻ്റെ ആർട്ടിസ്റ്റിനെ പറ്റിയിട്ടൊക്കെ എപ്പോഴും അങ്ങനെ സ്വപ്നം കാണാറുണ്ട്. ഹൃദയത്തിൽ അപ്പൂനെ ഭയങ്കര മെലോ ആയിട്ടാണ് കൂടുതൽ സമയം കാണിച്ചിട്ടുള്ളത്. ഇതിൽ തുടങ്ങുമ്പോൾ തന്നെ ആൽക്കഹോളിക് ആയിട്ടാണ്. ഇത് റിലീസ് ആവുന്നതിന് മുമ്പ് നമുക്കൊരു ഫീലിംഗ് ഉണ്ടല്ലോ, ഈ വർഷം ഇറങ്ങിയിട്ടുള്ള പടങ്ങളെല്ലാം എല്ലാവരും നല്ല പടങ്ങൾ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ വന്ന് എങ്ങാനും മിസ്സായി പോയി കഴിഞ്ഞാൽ അതൊരു എല്ലാവരും മലയാള സിനിമേനെ പറ്റിയിട്ട് പറയുന്ന അങ്ങനെ സംസാരിക്കുന്ന സമയത്ത്, എസ്പെഷ്യലി ഞാൻ നാട്ടിലും അല്ലല്ലോ ജീവിക്കുന്നത്, അപ്പം നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ഇത് കേൾക്കുന്നുണ്ടല്ലോ. ഇപ്പം നമ്മുടെ പടവും ആവേശത്തിനും ഭയങ്കര ഇതുണ്ട്. ജയഗണേഷൻ നല്ല പടമെന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും ഇതൊരു ഭയങ്കര പീരീഡ് അല്ലേ ഇന്നലെ. ഇങ്ങനൊരു കാലം ഇല്ല. എൻ്റെ ഓർമ്മയിലൊന്നുമില്ല. ഒരു സമയത്ത് ഒരു പടം നന്നായിട്ട് ഓടും. ഏതോ ഒരു ക്രിസ്മസ് എനിക്ക് ഓർമ്മയുണ്ട്, ചാർലി, അടികപ്പിയാരെ കൂട്ടമണി, 2 കൺട്രീസ്, അങ്ങനെ 3 പടവും തിയേറ്ററിൽ കൊളുത്തി കയറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഫെബിൽ ഒരു ആളിക്കത്തലുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ പൊട്ടിച്ചിരിപ്പിച്ചതെന്ന് പറഞ്ഞാൽ നിവിൻ പോളിയുടെ ആ സ്റ്റേജിലെ പ്രകടനം. എൻ്റെ പള്ളി എന്തൊരു സാധനമാണെന്നറിയോ. എനിക്ക് ഞാൻ അങ്ങനെ കയറി വന്നവനാടാ എന്ന് വിളിക്കാൻ പോണ്ടല്ലോ. അയ്യോ അത് ഫുള്ള് പറയണോ രതീഷേട്ടാ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഞാനൊക്കെ ഈ തിയേറ്ററിൽ സീറ്റിൽ നിന്ന് എണീക്കുന്നത് വല്ലപ്പോഴും ഒരിക്കൽ മാത്രമാണ്. ഞാൻ സീറ്റിൽ നിന്ന് എണീറ്റുണ്ടല്ലോ, പറയാൻ പോകുമ്പോൾ ഉണ്ടല്ലോ, ഞാനിത് എടാ പറയല്ലേടാ എന്നുള്ള രീതിയിൽ അത് പറയരുത്, കാരണം അയാളെ പറ്റിക്കപ്പെടുകയാണ് ആ സ്റ്റേജിൽ എന്നുള്ള രീതിയിലാണ്. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് തോന്നി ഇത് പറയണം എന്ന് തോന്നിയില്ലേ. ആ സമയം മുതൽ ഇയാളുടെ കൂടെ തന്നെയായിരുന്നു ഞാൻ. പിന്നെ ഞാൻ വിട്ടിട്ടില്ല. ആ സാധനമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പഞ്ചായത്ത് അനുഭവപ്പെട്ട. ഇപ്പോൾ വിനീതിൻ്റെ നൊസ്റ്റാൾജിയും പാട്ടിൻ്റെ മ്യൂസിക്കലായിട്ടുള്ള ഒരു കഥ പറച്ചിൽ രീതിയൊക്കെ എല്ലാവരും ആസ്വദിക്കുമ്പോഴും എനിക്ക് ആ കോമിക് സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അതേ സെക്കൻഡ് ഹാഫ് തുടങ്ങിയതിന് ശേഷമുള്ള ട്രോള്, വിനീതിനെ തന്നെ വിനീത് ട്രോൾ എന്ന രീതിയിലുള്ള കുറേ സെൻറ്റൻസുകൾ നമുക്ക് തോന്നിയിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫിൻ്റെ ഒരു ഏരിയ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാരുണ്ട്. എന്നെ ഇന്നലെ ബേസി വിളിച്ചിട്ട്, ചില ആൾക്കാർ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടും പറയുന്നുണ്ട്. ബേസിക്ക് ഫസ്റ്റ് ഹാഫ് ഭയങ്കരമായിട്ട് വർക്കായി. ഫസ്റ്റ് ഹാഫിനെ പറ്റിയിട്ടാവും പറഞ്ഞത്, എനിക്ക് അങ്ങനെ ഒരു ഫസ്റ്റ് ഹാഫ് ഉണ്ടാക്കാൻ പറ്റില്ല. എനിക്കത് ഭയങ്കര അതിൽ കുറേ ഒറിജിനാലിറ്റി തോന്നി. സെക്കൻഡ് ഹാഫ് എനിക്കറിയാം നിങ്ങൾ എന്താ ചെയ്തതെന്ന്. അതൊരു ടെംപ്ലേറ്റ് ആണ്. അതിൽ കൃത്യമായിട്ട് ഓഡിയൻസിന് ഹൈ കിട്ടാനുള്ള പണി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഫസ്റ്റ് ഹാഫ് അങ്ങനെയല്ല. ഫസ്റ്റ് ഹാഫ് ഒരു സിനിമയും സെക്കൻഡ് ഹാഫ് വേറൊരു സിനിമയും. ആ രീതിയിൽ തന്നെയാണ് ഞാനും അതിനെ, ഹൃദയം പോലെ തന്നെ ആ രീതിയിൽ തന്നെ അതിനെ കണ്ടിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫ് ഇപ്പോൾ കുറച്ചുകൂടെ സീനിയർ ആയിട്ടുള്ള ജനറേഷൻസിൻ്റെ ഒരു ബുക്ക് കൂടെയൊക്കെയുള്ള ട്രാവൽ. എനിക്ക് പണ്ട് വേണുനാഗവള്ളി സാറിൻ്റെയൊക്കെ ഒരു സിനിമയിലൊരു പാട്ടുണ്ടായിരുന്നു. ആ പാട്ടിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ടാവും ഇങ്ങനെ. ആ പുസ്തകങ്ങളുടെ നടുവ് കൂടെ ഒരു നായകനും നായികയൊക്കെ ഇങ്ങനെ മരം ചുറ്റലിന് പകരം പുസ്തകം ചുറ്റലൊരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് വന്നിട്ടുള്ളൊരു ലെഗസി ഉണ്ടായിരുന്നു നമുക്ക്. ഇപ്പം നമ്മൾ ആകെ ഓൺലൈനിൽ വായിക്കുന്ന, ഫോണിൽ വായിക്കുന്ന ആർട്ടിക്കിൾ മാത്രമല്ലേ ഉള്ളൂ. ഞാനൊക്കെ ഒരു ന്യൂസ് പേപ്പർ തൊട്ട കാലം മറന്നു. അപ്പം ആ നൊസ്റ്റാൾജിയാണ് ശരിക്ക് ഫസ്റ്റ് ഹാഫ്. നമ്മൾ എന്തൊക്കെ ഇപ്പോൾ ഇല്ല, ചൂട്ട്, ബീഡി. എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ ആൾക്കാർ ദിനേശ് ബീഡി, നമ്മുടെ പൂക്കോട് ദിനേശ് ബീഡി ഉണ്ടാക്കുന്ന ഒരു ബീഡി ഉണ്ടാക്കുന്ന ഒരു 1ാം നിലയിൽ ഒരു കടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ പ്രോപ്പർട്ടീസ് ആണെങ്കിലും ആ കാലഘട്ടമാണെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള പഴയ കാലത്തിൻ്റെ എലമെൻറ്റ്സ് കൂടെയാണ് കംപ്ലീറ്റ് ഫസ്റ്റ് ഹാഫ് പോകുന്നത്. സെക്കൻഡ് ഹാഫ് വന്നപ്പോഴേക്കും നമ്മുടെ ഇതിൻ്റെ ആണല്ലോ, നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയുടെ ഇതാണല്ലോ. അത് നമുക്ക് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് അറിയാലോ, ഒത്തൻറ്റിക് ആയിട്ട് അത് പറയാനും പറ്റുമല്ലോ. വർഷങ്ങൾക്ക് മുൻപ് എന്നുള്ളത് ഒന്നും, വർഷങ്ങൾക്ക് ശേഷം എന്നുള്ളത്
രണ്ട് സിനിമ അങ്ങനെ തന്നെയായിരുന്നു മൈൻഡിലും. ശരിക്കും പറഞ്ഞാൽ ഉദയനാണ് താരത്തിന് ശേഷം ഇത്രയും ഇത് ഉദയനാണ് താരത്തിൽ വേറൊരു തരത്തിലാണ് ഇത് പോർട്രേറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ വിനീത് കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് പറഞ്ഞേക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇത് നമുക്ക് തോന്നുന്നത്. അല്ല, എനിക്ക് അതിൻ്റെ ധൈര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിനിമയ്ക്കകത്തുള്ള നമ്മുടെ കൂട്ടുകാരെ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തുനിന്ന് ഒരാൾക്ക് പോലും നമ്മുടെ സിനിമയിൽ ഒരു സാധനമില്ല, ഒരു ട്രോളില്ല. അത് രജനി ചേട്ടൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ അതിൽ അപ്പുവിനെ നമ്മൾ ട്രോൾ ചെയ്തിട്ടുണ്ട്, ആ സീൻ അപ്പുവിനെ ഡബും ചെയ്തിട്ടുണ്ട്. പിന്നെ നിവിൻ അതിൻ്റെ അകത്തുണ്ട്. നിവിൻ നമ്മുടെ സുഹൃത്താണ്. നിവിൻ നമ്മളെ ഭീകരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവൻ്റെ മകനും ഇവൻ്റെ മകനും അത് നമുക്കുള്ള അറ്റാക്കാണ്. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമുക്ക് പ്രശ്നമില്ലല്ലോ. ഇതിലാകെ കൂടെ അതെ അത് ഷാനു നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ ഇതാരും പ്രശ്നം ഉണ്ടാകുന്ന ആൾക്കാരല്ല. ഇപ്പോൾ പ്രേമലൂല് ഹൃദയത്തിനിട്ട് അവർ നല്ല താങ്ങി. ഇതിൽ പോത്തേട്ടനും ശ്യാമും ഒക്കെ ഉണ്ട്. എല്ലാം നമ്മുടെ ആൾക്കാരായതുകൊണ്ട് പ്രശ്നമില്ല, ആർക്കും ഒരു പ്രശ്നമില്ല. അടിക്കടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിന്നിട്ട് ഇപ്പം ധ്യാനും വിനീതും കൂടെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ധ്യാനും ബേസിലും കൂടെ നിന്നിട്ട് ഒരു ഇൻ്റർവ്യൂ ചെയ്യില്ലേ, ആ മട്ടിലൊരു സാധനമാണ് ഇതിനകത്ത് അടിച്ചേക്കുന്നത്. അത് വിനീതാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ള അതിൻ്റെ രസം. വിനീത് അങ്ങനെയല്ല പൊതുവിൽ സംസാരിക്കുന്നത്. പക്ഷെ ആ മൂഡിൽ ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് സെക്കൻഡ് ഹാഫിന് ശേഷം എനിക്ക് ഫീൽ ചെയ്തത്. എന്ന് വെച്ചാൽ ഓപ്പൺ അപ്പാണ്, എല്ലാം തുറന്നു പറയുകയാണ്. പക്ഷെ തുറന്നു പറയുമ്പോഴും ഈ സാധനങ്ങളൊക്കെ നമ്മൾ ആലോചിക്കും, ഇതെങ്ങനെ ഇത്രയും തുറന്നു പറയാൻ പറ്റുന്ന എന്നൊരു എക്സൈറ്റ്മെന്റ് ഇല്ല. അത് തുറന്നു പറയാൻ പറ്റുന്നത് ഇതുകൊണ്ടാണ്. എല്ലാം നമ്മുടെ കൂട്ടുകാരുടെ സർക്കിളിനകത്ത്. നമ്മൾ പുറത്തൊരാളെ പോലും നമ്മൾ കളിയാക്കുവോ അല്ലെങ്കിൽ അത് പുറത്തേക്കൊരു ട്രോള് പോകുമ്പോഴാണ് അത് ചിലപ്പോൾ ഒരു പേഴ്സണൽ അറ്റാക്ക് ഒക്കെ ആയിട്ട് ഫീൽ ചെയ്യാം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ കൂട്ടുകാരുടെ ഇടയിലാണല്ലോ. പിന്നെ ഈ സ്ക്രിപ്റ്റ് ഇവരെല്ലാം എല്ലാവർക്കും അറിയുന്നതുമാണല്ലോ. ധ്യാനും വിനീതും ഒരേപോലെ തന്നെയാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. പക്ഷേ ഈ നിവിനെ കൊണ്ട് എങ്ങനെ സമ്മതിപ്പിച്ചേ? നിവിൻ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഞാനിത് നെറേറ്റ് ചെയ്തപ്പോൾ നിവിനൊരു ഷോക്കായിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിവിനെ നമ്മൾ ചെയ്യാത്തൊരു സാധനമാണ്. പക്ഷെ നമ്മൾ ചെയ്തൊരു സാധനം, നമ്മൾ ചെയ്ത് നിർത്തിയൊരു സാധനം നമ്മൾ വീണ്ടും തുടങ്ങിയിട്ട് കാര്യമില്ല. അപ്പോൾ ചെയ്യാത്തൊരു സാധനത്തിലേക്ക് നമുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് വന്നിരുന്നത്. ഞാനിത് പറഞ്ഞ ഉടനെ എൻ്റെ അടുത്ത് സംഭവം നല്ല ഹ്യൂമർ ഉണ്ട്, പക്ഷേ ഇത് ഓഡിയൻസിനെ നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന പോലെ തോന്നുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഒരിക്കലും അങ്ങനെ തോന്നില്ല. കാരണം പ്രേക്ഷകർക്കടക്കം ഒരു ചിന്തയുണ്ട്. അതായത് ആവശ്യത്തിലധികം ഒരാളെ അറ്റാക്ക് ചെയ്യുമ്പോൾ സാധാരണ ഓഡിയൻസിനാണെങ്കിൽ ഒരു പ്രതികരണം ഉണ്ടാവും അല്ലേ. ഒരാളെ ഭയങ്കരമായിട്ട് കൂട്ടം ചേർന്നിട്ട് ആൾക്കാർ പറയുന്നത് കാണുമ്പോൾ നോർമൽ ഓഡിയൻസിന് തോന്നി ഇത്രയും മാത്രം ഇയാൾ പറയേണ്ട കാര്യമുണ്ടോ. അതൊരു ഘട്ടം കഴിഞ്ഞാലാണ് ആ തോട്ട് വരിക. നമ്മളത് കാണാറുണ്ടല്ലോ. ആദ്യം കുറച്ച് പേര് അറ്റാക്ക് ചെയ്യും, അത് കണ്ട് എല്ലാവരും ചിരിക്കും, അവർ പിന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും. അത് കഴിയുമ്പോഴേക്കും ചിരിച്ച ആൾക്കാർ ആലോചിക്കും എന്തിനാ ഇനി ഇത് വിട്ടുകളഞ്ഞൂടെ, ഇനി ഇയാളെ എന്തിനാ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് അവർക്കുള്ള പ്രതികരണമാണ് നമ്മുടെ സൈഡിൽ നിന്ന് വരുന്നത്. അതൊരിക്കലും ആൾക്കാർക്ക് അവർക്കെതിരെയാണെന്ന് തോന്നില്ല, ആവശ്യമുള്ളൊരു പ്രതികരണം പോലെ തോന്നുള്ളൂ. ഷെയിം ചെയ്യപ്പെടുന്നത് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടല്ലോ. ഇപ്പം എനിക്ക് ഹൈറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ എന്നെ കളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും അത് കളിയാക്കിയത് ഒരു പ്രശ്നമേ അല്ല. ആൾക്കാർ ഷെയിം ചെയ്യുന്നത് എനിക്കൊരു വിഷയമല്ല. കാരണം ഷെയിമിങ് ഈസ് എ വെരി പവർഫുൾ ടൂൾ. നമുക്ക് ഷെയിം ചെയ്ത ആളുകളെ മാറ്റാൻ പറ്റും. ഞാൻ അങ്ങനെ വിചാരിക്കുന്നത്. എൻ്റെ കൂട്ടുകാരെന്നെ കളിയാക്കി ബെറ്ററായ ഒരാളാണ് ഞാൻ പല കാര്യത്തിലും. ഈവൻ കമ്മ്യൂണിക്കേഷൻ അടക്കം ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ അറിഞ്ഞൂടാ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പഠിക്കുമല്ലോ, നമ്മൾ റിറ്റാലിയേറ്റ് ചെയ്ത് പഠിക്കുമല്ലോ. എനിക്ക് അത് കിട്ടുന്നതുകൊണ്ട് നല്ലതാണെന്നാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളവരുടെ കേസിൽ പേഴ്സൺ ടു പേഴ്സൺ ആണ്, അതങ്ങനെ പറയാൻ പറ്റില്ല. ഈ ഏതെങ്കിലും തരത്തിലുള്ള അറ്റാക്ക് എല്ലാവരും നേരിടുന്നുണ്ടല്ലോ. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരാൾ ഒരു വീട്ടിലേക്ക് പെട്ടെന്ന് കയറി വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യമാണ് തടിച്ചല്ലോ. കയറി വന്ന് എന്തിനാന്ന് തോന്നിപ്പോകും നമുക്ക്. വേറെ എന്തൊക്കെ ചോദിക്കാം, നാട്ടിൽ മഴയുണ്ടോ, ഭക്ഷണം കഴിച്ചോ, എന്ത് വേണമെങ്കിലും ചോദിക്കാമല്ലോ. ഫസ്റ്റ് കയറി വന്ന ഉടനെ തടിച്ചല്ലോ, പുല്ല് വരണ്ടായിരുന്നു എന്ന് തോന്നും അല്ലേ. ഇത് രജനീഷേട്ടന് അനുഭവം ഉണ്ടാവില്ല. അപ്പൊ ഇതിൽ തുടങ്ങി പലതരത്തിലുള്ള ഷെയ്മിങ് നമ്മൾ അനുഭവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിനോട് ആൾക്കാർ കണക്ട് ചെയ്യും. അത് ഓരോരുത്തരും അതിൻ്റെ ഭാഗഭാക്കുകളാണ്. ഈ ഇതിൽ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഈ ഷാൻ റഹ്മാനെ ശരിക്കും ഷാന് കണ്ണാടി കണ്ടാൽ പോലും മനസ്സിലാവില്ല, അത്രയ്ക്ക് മാറി. എന്ന് വെച്ചാൽ ഒരു ക്യാരക്ടറാവെന്നൊക്കെ പറയില്ലേ, നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ട് ഇയാളെ എന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു കാലത്തേക്ക് ഇയാളെ ക്യാരക്ടർ കൊണ്ടുപോയി. ഡബ്ബിങ്
ഭയങ്കര രസമായിട്ട് ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് തോന്നില്ലേ? അങ്ങനെ ഒരു ക്യാരക്ടർ പ്രസന്റേഷൻ ആയിരുന്നു എനിക്ക്. നിവിൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഷാൻ്റെ പ്രകടനമാണ് ഏറ്റവും രസമായിട്ട് അനുഭവപ്പെട്ടതെന്ന് പറഞ്ഞാൽ. ഈ ഷാൻ എങ്ങനെയാക്കി എടുത്തേ? അല്ല, ഷാൻ്റെ കേസിൽ ഷാനെ കാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത് ഞാൻ ഇതിൻ്റെ മുമ്പുള്ള ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടില്ല, എനിക്ക് ഒരിക്കലും ഷാനായിട്ട് തോന്നരുത് ആൾക്കാർക്ക് എന്നുണ്ടായിരുന്നു. കാരണം ഷാൻ വ്യക്തി എന്നുള്ള നിലയിൽ അവനൊരു മ്യൂസീഷ്യനാണ്, അവനൊരു കുടുംബസ്ഥനാണ്, അതൊക്കെ ഒരു സൈഡിലുണ്ട്. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഒരു മ്യൂസീഷ്യനായിട്ട് അപ്പുറത്ത് പോയി ഇരിക്കേണ്ട ആളല്ലേ. അപ്പോൾ കംപ്ലീറ്റ്ലി ലുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഷാൻ്റെ കേസിൽ അത് നടക്കുമെന്ന് എനിക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. കാരണം ഷാൻ ക്ലീൻ ഷേവൺ ലുക്കിലല്ലാണ്ട് വേറെ ആരും ഷാനെ കണ്ടിട്ടില്ല. അപ്പോൾ റോണിക്സിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു കംപ്ലീറ്റ് മേക്ക് ഓവർ. നമ്മൾ ചില റെഫറൻസസ് ഒക്കെ മൈൻഡിലുണ്ടായിരുന്നു, പക്ഷേ ഇങ്ങനൊരു ലുക്കിൽ ഷാൻ വരും എന്നുള്ളത് ഞാനും പ്രതീക്ഷിച്ചിട്ടില്ല. അത് ലുക്ക് ടെസ്റ്റ് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അതൊരു ഭയങ്കര സമാധാനമായത്. അതിൻ്റെ ക്യാരക്ടർ പ്ലേസ്മെൻറ്റും രസമായിരുന്നു. നീത പിള്ള ഒരു സുന്ദരിയായിട്ടുള്ളൊരു പെണ്ണിനെ നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കില്ലേ, ആ തരത്തിൽ ഞാനിങ്ങനെ ഒരു നൊസ്റ്റാൾജിക്കായിട്ട് നമ്മൾ നോക്കാൻ ശ്രമിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ അവരെ നോക്കിക്കൊണ്ടിരുന്നത്. ഇവർ ഈ സിനിമയിൽ ഭയങ്കര ഇവരില്ലായിരുന്നെങ്കിൽ അത് ശരിയാവില്ലായിരുന്നു എന്ന് തോന്നുന്നൊരു മൂഡ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കാസ്റ്റിംഗ് നടത്തുമ്പോഴും അതിന് ശേഷമൊക്കെ ആ ഫീല് തന്നെയാണോ കിട്ടിയത് വിനീതിന്? എനിക്ക് ആ കാസ്റ്റിങ്ങിന് പല ഓപ്ഷൻസ് ആലോചിച്ചിട്ടും പഴയൊരു സൗന്ദര്യ സങ്കല്പം ഉണ്ടല്ലോ, നല്ല വൈഡായിട്ടുള്ള കണ്ണ് എന്നൊക്കെ പറയുന്ന പോലത്തെ. പിന്നെ നീതയുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ടെപ്പോഴോ കണ്ടിട്ടുള്ള ചില നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള നായികമാരുടെ ഫീച്ചേഴ്സ് ഓർമ്മിപ്പിക്കും നീതനെ കാണുമ്പോൾ. അപ്പോൾ അത് ഞാൻ നീതയുടെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. നിമേഷ് ചേട്ടനാണ് ഇത് സജസ്റ്റ് ചെയ്യുന്നത്, ആർട്ട് ഡയറക്ടർ. അപ്പം ഞാനിങ്ങനെ നിമേഷ് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കൊരു എസ്റ്ററിയർ. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ കാണുമ്പോൾ എല്ലാവർക്കും ഒരു ഭയങ്കര പോളിഷ്ഡ് സോഫിസ്റ്റിക്കേറ്റഡ് ലുക്കാണല്ലോ, ഇപ്പോഴത്തെ ഒരു ലുക്കാണല്ലോ എല്ലാവർക്കും കാണുമ്പോൾ. അങ്ങനെ അല്ലാതെ ഒരു വിൻറ്റേജ് ക്ലാസിക് ഫേസുള്ള ഒരാൾ വേണം. അങ്ങനെ ആരാ ഉള്ള നിമേഷേട്ടൻ എന്നൊക്കെ ചോദിച്ചപ്പോൾ നിമേഷേട്ടൻ പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു നീത പിള്ള ആലോചിച്ചൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. അപ്പം നീതയുടെ ഇൻസ്റ്റഗ്രാമിലുള്ള ഒരു ഫോട്ടോ നമ്മൾ നോക്കുമ്പോൾ സാരിയൊക്കെ എടുത്തിട്ട് അങ്ങനത്തെ ഒരു മുടിയൊക്കെ അങ്ങനെ ആ ഒരു ലുക്കിൽ കണ്ടപ്പോൾ ഇത് കറക്റ്റാണല്ലോ എന്ന് തോന്നി. അങ്ങനെയാണ് നീതനെ വിളിച്ച് സംസാരിക്കുന്നത്. അതെ, എനിക്ക് തോന്നുന്നു പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു അത്. നല്ല കാസ്റ്റിംഗ് ആണ്. അത് സജസ്റ്റ് ചെയ്തത് നിമേഷേട്ടനാണ്, ഞങ്ങളുടെ ആർട്ട് ഡയറക്ടറാണ്. അതിനൊരു അപ്രീസിയേഷൻ ഉണ്ട് സീരിയസ്ലി. പിന്നെ ഉള്ളത് ധ്യാൻ ശ്രീനിവാസൻ്റെ പുതിയ വരവാണ്. ഇതിപ്പോൾ ഫാസിലിനെ മറ്റേതിനകത്ത് റീ ഇൻട്രൊഡ്യൂസ് ചെയ്യും പോലെ ഇതിനകത്ത് ധ്യാനെ കൊണ്ടുവന്ന് റീ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ധ്യാനിന് ഒരു മാറ്റവും ധ്യാനിന് വേറൊരു സ്റ്റൈലിലുള്ളൊരു മാറ്റവും കിട്ടും. നിവിൻ ഇത് തകർക്കുകയാണ്. നിവിൻ്റെ വേറൊരു കാര്യം കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ നിവിൻ ഈസ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് അടുത്ത സിനിമയിൽ മലയാളി ഫ്രം ഇന്ത്യയുടെ പരസ്യം പോകുന്നുണ്ട്. അതിൽ ആ പരസ്യം പറഞ്ഞതിന് തൊട്ട് മുമ്പ് നിവിൻ ഈസ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് ഈ സിനിമയുടെ അതിൻ്റെ ഒരു ടീസർ, മലയാളി ഫ്രം ഇന്ത്യയുടെ ഒരു ടീസറായിട്ട് കൂട്ടിയത്. അതെ, ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര കോയിൻസിഡൻസ് ആയി തോന്നി. അവരെ നേരത്തെ തന്നെ ഇറക്കിയതാ. നിങ്ങൾ തമ്മിൽ ഇങ്ങനെ പ്രൊമോഷൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ? അല്ല, ഞാനും ഡിജോ സംസാരിക്കാറുണ്ട്. ഡിജോ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കാരണം നിങ്ങളുടെ പടം ആദ്യം വന്ന് വർക്കായി കഴിഞ്ഞാൽ നമുക്കും അത് അടിപൊളിയാവും എന്നൊക്കെയുള്ള അത് വർക്കാവും കേട്ടോ. അപ്പം ഈ രണ്ട് കാസ്റ്റിംഗ് ശരിക്കും ചെയ്യുന്ന സമയത്ത് വിനീതിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സ്വപ്നവും കൂടെ ഉണ്ടായിരുന്നു, ഇവരെ വേറൊരു തരത്തിൽ പ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള. ഞാൻ എൻ്റെ ആർട്ടിസ്റ്റിനെ പറ്റിയിട്ടൊക്കെ എപ്പോഴും അങ്ങനെ സ്വപ്നം കാണാറുണ്ട് രജനി ചേട്ടാ. ഇതിപ്പോൾ അപ്പുവിൻ്റെ കേസിൽ ഞാൻ ഹൃദയത്തിൽ അപ്പുവിനെ ഭയങ്കര മെലോ ആയിട്ടാണ് കൂടുതൽ സമയം കാണിച്ചിട്ടുള്ളത്. ഇതിൽ തുടങ്ങുമ്പോൾ തന്നെ ആൽക്കഹോളിക് ആയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ക്യാരക്ടറിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് അയാളെ വേറൊരു രീതിയിൽ കാണിച്ച് വേറൊരു കുറച്ചുകൂടെ ഫ്ലാംബോയൻ്റ് ആയിട്ട് കാണിച്ച് തുടങ്ങാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പുവിനെ അങ്ങനെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ധ്യാൻ്റെ കേസിൽ ഭയങ്കര കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസും അങ്ങനത്തെ ഒരു ബോഡി ലാംഗ്വേജ്, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലുള്ള ഒരു ധ്യാനെ നമ്മൾ കണ്ടിട്ടില്ല. അതൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ നീരജ് വന്നപ്പോൾ ഒരു സെൽഫി ഒക്കെ കഴിഞ്ഞിട്ട് നീരജിനെ അങ്ങനെ ഒരു കൗണ്ടർ ആ ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ഇല്ലാണ്ട് ടകടകടകേ എന്നുള്ള ടൈമിങ്ങിൽ അടിക്കുന്ന ഒരു നീരഞ്ജനെ കണ്ടിട്ട് കുറച്ചായി. അപ്പോൾ അവനും അത് നന്നായിട്ട് ചെയ്യും തോന്നി. ബേസിയുടെ കാസ്റ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ബേസി ഇതിൽ AD ആയിട്ടാണല്ലോ വർക്ക് ചെയ്യുന്നത് ഇവരെ. അപ്പോൾ ബേസി ഡയറക്ടറാണെന്ന് ആൾക്കാർക്ക് അറിയാം. അപ്പോൾ എൻ്റെ കൂടെ AD ആയിട്ട് ബേസി വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ജനങ്ങൾക്കറിയാം. അപ്പോൾ ബേസി അവിടെ AD ആയിട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മൈൻഡിൽ ഉണ്ടാവുമല്ലോ ഇയാൾക്ക് പണി അറിയാന്നുള്ളത് ജനങ്ങൾക്കറിയാലോ. അപ്പോൾ ഇയാളുടെ കൂടെ ചേരുമ്പോൾ ഇവർ ചെയ്യുന്ന സിനിമ പഴയതാവില്ല എന്നുള്ളൊരു ഫീല് സൈക്കോളജിക്കലി ഓഡിയൻസിൻ്റെ മൈൻഡിൽ ഉണ്ടാവില്ല. നമ്മൾ
ഏർലിയർ സീൻസിലൊക്കെ അത് കൃത്യമായിട്ട് ബേസ് ചെയ്ത് ചില കാര്യങ്ങൾ അടയാളപ്പെടുത്തുന്നുമുണ്ട്. അപ്പോൾ ആ കാസ്റ്റിങ്ങിൽ ആ ഒരു സാധനം കൂടെ അപ്പോൾ ബേസി നമുക്ക് ആവശ്യമായിരുന്നു. ബാക്കി ക്യാരക്ടേഴ്സിന് എല്ലാവരും അവരെ എൻഹാൻസ് ചെയ്ത് പെർഫോം ചെയ്യുമ്പോഴാണ് എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാകുന്നത്. വരുന്ന എല്ലാവർക്കും ഒരു കൈയടി വേണമെന്ന് നമുക്ക് ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. ബേസിൽ നല്ല കൈയടി കിട്ടുന്നുണ്ട്. കാരണം അത് നമ്മളിപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴല്ല, സിനിമ കഴിഞ്ഞ് നമ്മൾ ചിന്തിക്കുമ്പോൾ ബേസിൽ എന്ത് രസമായിട്ട് അത് ചെയ്തേക്കണത്. അവിടെ ആ സീനിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ആ മോഡുലേഷൻ അതിനെ ഡ്രൈവ് ചെയ്യുന്നത്, ആ സീൻസിനെ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഒരു ബലമില്ലേ, അത് അവിടെ എന്ന് പറയുന്ന സാധനം ഇല്ലേ. എനിക്ക് ബേസി മൊട കാണിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ലൈഫിലാണെങ്കിലും ഇവൻ ആൾക്കാരെ ഞെട്ടിക്കല്ലോ, എനിക്ക് ചിരി വരും. ഇവന്റെ ADസിന്റെ അടുത്തൊക്കെ ഡാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ സംസാരിക്കുമ്പോൾ എനിക്ക് ചിരി വരും. അപ്പോൾ നിവിനുമായിട്ട് ഉള്ള ഇവന്റെ ഒരു ഫ്രിക്ഷൻ ഉണ്ടല്ലോ പടത്തിൽ, ഏർലി സീൻസിലൊക്കെ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ചിരിക്കുന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. കാരണം ഞാൻ ലൈഫിൽ ചിരിച്ചിട്ടുണ്ട്. ഇവനേക്കാൾ നല്ല ഹൈറ്റൊക്കെ ഉള്ള ADസിൻ്റെ അടുത്ത് നീ അതെടുത്തോണ്ടോടാ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കാണുമ്പോൾ അയ്യോടാ. അപ്പോൾ ആ സാധനം. അതുപോലെ അജുവിൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഉള്ളു, അത് ആക്ച്വലി അജുവിൻ്റെ അസിസ്റ്റൻ്റാ അവൻ. അപ്പോൾ ഇവർ തമ്മിലുള്ള ഇക്വേഷൻ നമ്മൾ എത്രയോ കൊല്ലമായിട്ട് കാണുന്നതാണ്. അതായത് അജുവിന് അവനോട് ഭയങ്കര സ്നേഹമാണ്, പക്ഷെ ഇവന് തോന്നുന്നത് മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമാണ്. ആ ബന്ധം തന്നെയാണ് നമ്മൾ സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ശരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്ന മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ ഇങ്ങനൊരു സിനിമ എഴുതുമ്പോഴാണ് നമുക്കത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടത്. ഇത് വല്ലാത്ത എഴുത്തായി. വിനീത് സിനിമ കാണുന്ന സമയത്ത് ഏറ്റവും കയ്യടി കിട്ടിയ സീന് ഏതാണെന്നാണ്? നിവിൻ്റെ പോർഷൻസിനെല്ലാം നല്ല ഇതുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് പടം തീരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു സാധനം ഉണ്ടായിരുന്നു. ബേസിനെ ആദ്യം കണ്ടപ്പോൾ, നീരജിനെ ആദ്യം കണ്ടപ്പോൾ, എല്ലാവരെയും ആദ്യം കാണുമ്പോൾ, നിവിനെ ഫസ്റ്റ് കാണുമ്പോൾ നിവിൻ്റെതായിരുന്നു ഒരു വലിയ സെലിബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്തു. നിവിൻ്റെതും പിന്നെ ഏറ്റവും ലാസ്റ്റ് എഴുന്നേൽക്കുമ്പോഴും അത് ഭയങ്കര ഒരു ആ കയ്യടി നമുക്കൊരു ആശ്വാസം തരുന്ന കയ്യടിയാണല്ലോ. നിവിനെ കാണുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് രസിച്ചു എന്നുള്ളതാണ്. പിന്നെ അതിൽ ത്രൂ ഔട്ട് അതിനകത്ത് നിൽക്കാനും പറ്റി. കാരണം ഈ ചില സാധനങ്ങളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ കാണിക്കുമ്പോൾ നമ്മുടെ കൈവിട്ട് പോകുന്ന ആ ക്യാരക്ടർ നമ്മളെ പരിധിയിൽ നിൽക്കുന്നില്ല, അയാൾ എന്തൊക്കെ ചെയ്യുന്നു, പക്ഷെ അതിന് പിന്നീട് റിസൾട്ട് കിട്ടുന്നു. അപ്പം നമ്മൾ അയാളുടെ കൂടെ നിൽക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ നമ്മുടെ കൂടെ നിൽക്കുന്നില്ലല്ലോ. അപ്പം മറ്റേ പറയുമ്പോൾ നീ പോവല്ലേടാന്ന് പറയും പോലെ നീ അത് ചെയ്യല്ലേടാന്ന് ഉദ്ദേശിക്കുമ്പോൾ അയാൾ അത് ചെയ്യും. അയ്യോ എന്ത് തേങ്ങയാണ് അവൻ കാണിക്കണേ. ആ സാധനം അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അത് കണക്ട് ആയാലാണ് ഫീൽ ചെയ്യാവുക. ആ ക്യാരക്ടറുമായിട്ട് കണക്ട് ആയല്ലോ, അപ്പോഴാണ് ഫീൽ ചെയ്തത്. എടാ അങ്ങനെ ചെയ്യില്ലടാ എന്ന് തോന്നുന്നില്ലേ. അപ്പം ഞാൻ വിചാരിച്ചു ഈ വിനീത് എന്തിനാ ഇവനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കണം എന്നുള്ള രീതിയിൽ വേറൊരു സിനിമയ്ക്കുള്ളിലല്ലാത്ത വേറൊരു ചിന്തയുണ്ടല്ലോ, അതും ഉണ്ടായി. അപ്പം ഇത് സമ്മിശ്രമാണ്. അപ്പം എഴുത്തിൽ അങ്ങനെ ഒരു സാധ്യത ഉപയോഗിച്ചിട്ടുണ്ട്, എല്ലായിടത്തും അത് ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ഇത് അയാളുടെ നിലവിലുള്ള പൊസിഷൻ, അയാൾ സിനിമയിൽ ആരാണ്, എന്നാൽ ഈ ക്യാരക്ടേഴ്സ് ആവുമ്പോഴത്തേക്ക് എന്താണ് ആ ക്യാരക്ടേഴ്സിന് സംഭവിക്കുക, അതുകൊണ്ട് ഇതിനിടയിൽ ട്രോൾ വരുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൈകാര്യം ചെയ്യുമ്പോൾ ഈ സാധനങ്ങളൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത്. ചരിത്രം പഠിക്കണം, ഈ സിനിമ മനസ്സിലാക്കണം, എന്നാൽ ഈ ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് ആൾക്കാരുടെ മനസ്സിൽ വർക്കൗട്ട് ആവുമെന്ന് പഠിക്കണം. പക്ഷേ ടെൻഷൻ ഉണ്ടായിരുന്നു ഈ വിനീത് ചെയ്യുമ്പോൾ. ഈ നിവിൻ പറഞ്ഞതുപോലെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഈ എഴുത്തിൻ്റെ പരിപാടിയിൽ. എനിക്ക് നിവിൻ്റെ ഏരിയ ആയിരുന്നു ഏറ്റവും കോൺഫിഡൻസ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ പല ആൾക്കാരുടെ അടുത്തും ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ സിനിമ നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഇത് ഒഫെൻസീവായിട്ട് പോവോ അതോ ഇത് നമ്മൾ വിചാരിച്ച സ്പിരിറ്റിൽ എടുക്കുമോ. പക്ഷേ അവരെല്ലാവരും ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ഇനീഷ്യൽ ജഡ്ജ്മെൻ്റ് ഉണ്ടല്ലോ, എപ്പോഴും ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഹ്യൂമർ ഒഫെൻസിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഹ്യൂമറാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഹ്യൂമർ. അതായത് അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് ഹൈലി ഒഫെൻസീവാണ്. അതിൻ്റെ ആ വരമ്പിൻ്റെ തൊട്ടിപ്പുറത്ത് നമ്മൾ നിൽക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും രസമുള്ള ഹ്യൂമർ എപ്പോഴും ജനറേറ്റ് ആവുന്നത്. ബോർഡർ ലൈൻ ഒഫെൻസീവ് എന്ന് പറയില്ലേ, അത് ഭയങ്കര ട്രിക്കിയാണ്. അത് ഒരു മെഷർ മാറിക്കഴിഞ്ഞാൽ നേരെ അതിൻ്റെ അളവ് മാറിക്കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ നമുക്ക് എതിരാവും. പക്ഷേ അവിടെ പോയി അത് കറക്റ്റായിട്ട് എഡിറ്റിലും അത് പക്കയാക്കി നമ്മൾ ആക്ച്വലി എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 9 seconds ട്രിം ചെയ്തിട്ടുണ്ട് ഈ ഇനോഗ്രേഷൻ. അതായത് ഒരളവിൽ കൂടുതൽ അത് പോയി കഴിഞ്ഞാൽ അത് ഒഫെൻസീവ് ആവും. അപ്പോൾ അത് ആദ്യം നമ്മുടെ ഒരു സുഹൃത്ത് കണ്ടിട്ട് അത് അത്രയും തവണ റിപ്പീറ്റ് ചെയ്യണോ, അതൊരു 4 തവണ വരെ നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ നമ്മളത് കട്ട് ചെയ്തു. അപ്പോൾ ഇതുണ്ടല്ലോ, ആദ്യം ഒരു സാധനം രജിസ്റ്റർ ചെയ്യുന്നു,
പിന്നെ അടുത്തതിൽ ആ സാധനത്തിന് ചിരി വരുന്നു, അടുത്തതിലും ചിരിക്കുന്നു, അതിൻ്റെ അടുത്തതിൽ ആ സെലിബ്രേഷൻ്റെ ഒരു കൾമിനേഷൻ. അപ്പോൾ അതിനപ്പുറത്തേക്ക് അത് കൊണ്ടുപോകാൻ പാടില്ല. ഈ മെഷറാണ് രേണുചേട്ടാ ഇതിൻ്റെ ഏറ്റവും ട്രിക്കി ആയിട്ടുള്ള കാര്യം. അത് ചിലപ്പം നമുക്ക് കിട്ടും, ചിലപ്പോൾ നമുക്ക് പാളും. പക്ഷെ അവിടം വരെ പോയാലേ നമുക്ക് ഇങ്ങനെ ഒരു സാധനം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ റിസ്ക് നമ്മൾ എടുത്താലേ. അപ്പോൾ ഹ്യൂമറിൻ്റെ ഏറ്റവും വലിയ റിസ്ക് അതാണ്. ഏറ്റവും ഒഫെൻസീവ് ആയിട്ടുള്ള സ്പേസിൽ പോയിട്ട് ഒഫെൻസീവ് അല്ലാണ്ട് നമ്മൾ കഴിച്ചലായി വരണം. സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ് ഒക്കെ ചെയ്യുന്നതാണ്. അവർ നമ്മളെ ഇരുത്തി നമ്മളെ കൊണ്ട് ഒഫെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ പറഞ്ഞിട്ട് നമ്മളെ ചിരിപ്പിക്കും. അത് വേറൊരു അതേ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ മൈക്ക് മാറ്റിയിട്ട് നമ്മളെ നേരെ വന്നിട്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയാൾക്ക് ഇടി കൊടുക്കും. മനസ്സിലായില്ലേ? പക്ഷെ ആ മൈക്കിൻ്റെ മുമ്പിൽ നമ്മൾ ഓഡിയൻസ് ആയിട്ട് നിന്ന് ഇത് കേൾക്കുന്ന സമയത്ത് നമുക്കത് കറക്റ്റായിട്ട് റിസീവ് ചെയ്യാനുള്ള ടോളറൻസ് ഉണ്ടാവും. അപ്പോൾ ഇത് ഞാനുമ്പോൾ കളിയാണ്. റിസ്ക് ഉണ്ട്.